ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങും. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുള്ളത് കാസ്പ ടോക്കണെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു ടോക്കണെ പറ്റി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ടോക്കൺ ഇത്രത്തോളം ആൾക്കാർ സംസാരിക്കുന്നത്, അതേപോലെ തന്നെ ഈ ടോക്കൺ എന്ത് വിഷനാണുള്ളത്, അതേപോലെ തന്നെ ഈ ടോക്കൺ നമ്മൾ മേടിച്ചു വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഉപകാരങ്ങളുണ്ടോ, കൂടുതൽ ആൾക്കാരും ഈ ഒരു ടോക്കൺ എന്തുകൊണ്ടാണ് ബിറ്റ് കോയിൻ ആയിട്ട് കമ്പയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ടോക്കൺ നമുക്കൊക്കെ മൈൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഏതൊരു ആൾക്കാരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ബിറ്റ് കോയിൻ്റെ സമയത്തൊക്കെ നമുക്കിത് മൈൻ ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് എന്താണ് വളരെയധികം ഒരു പ്രോഫിറ്റ് കിട്ടിയായിരുന്നല്ലേ. പക്ഷേ ഈ ഒരു ബിറ്റ് കോയിൻ മൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോസസ്സറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു കാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാസ്പ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ മൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അത്രത്തോളം വലിയൊരു ചിലവില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഓഫ് മൈനിങ് സ്റ്റേജ് ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുക, വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് പറഞ്ഞു തരിക. അതിന് കുറച്ച് റിസ്ക് ഫാക്ടറൊക്കെ ഉണ്ട്. ആ ഒരു റിസ്ക് ഫാക്ടർ ആ വീഡിയോൻ്റെ ഒപ്പം പറയുമ്പോൾ തന്നെ എങ്ങനെയാണെന്ന് കാണിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഈ ടോക്കൺ ഇപ്പോൾ വാങ്ങണോ, അതേപോലെ തന്നെ ആൾറെഡി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് കാസ്പ ടോക്കൺ എന്നുള്ളൊരു കാര്യം നോക്കാം. അപ്പോൾ കാസ്പ എന്ന് പറഞ്ഞാൽ ആൾസോ കാൾഡ്, ഇതിൻ്റെ ടിക്കർ എന്ന് പറയുന്നത് കാസ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ ബ്ലോക്ക് ചെയിൻ ദാറ്റ് കമ്പൈൻ ബിറ്റ് കോയിൻ സെക്യൂരിറ്റി വിത്ത് ലൈറ്റ്നിങ് ഫാസ്റ്റ് സ്പീഡ്. അപ്പോൾ ബിറ്റ് കോയിൻ്റെ ഒരു ബ്ലോക്ക് ചെയിനിൽ അതിനേക്കാളും സ്പീഡായിട്ടും വളരെയധികം ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്ന ഒരു രീതിയിൽ സെയിം മെത്തേഡ് ഓഫ് ബിറ്റ് കോയിൻ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തത് അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോക്കണാണ് കാസ്പ. അതിലൊരു വ്യത്യാസമുണ്ട്. ഈ ഒരു ബിറ്റ് കോയിൻ നിങ്ങൾക്ക് സിംഗിൾ ബ്ലോക്ക് ചെയിൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു ബ്ലോക്ക് ടാഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബ്ലോക്ക് ടാഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് പറ്റുന്നത് എന്ന് പറഞ്ഞാൽ വിത്തിൻ ഒരു സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് 10 ബ്ലോക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിറ്റ് കോയിൻ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 60 മിനിറ്റിലാണ് ബിറ്റ് കോയിൻ ഒരു ബ്ലോക്ക് സിംഗിൾ ബ്ലോക്ക് ചെയിൻ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ കാസ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് ഒരു സെക്കൻഡിൽ 10 ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു രീതിയിലാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെ കാണാൻ പറ്റുന്നത്. എത്രത്തോളം മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള എത്ര ബ്ലോക്ക് ചെയിൻ വേണമെങ്കിലും സിംഗിൾസ് ആയിട്ട് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോ പ്രൊജക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോഴും ഇതിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ ഒരു വിഷൻ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടാവും. ബിറ്റ് കോയിൻ എന്തുകൊണ്ടാണ് വളർന്നത്, ഇതിനൊരു കമ്മ്യൂണിറ്റിയിലാണ്. നമ്മൾ വിചാരിക്കുമ്പോഴാണ് ബിറ്റ് കോയിൻ്റെ വാല്യൂ കൂടിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അതിനൊരു ഡെവലപ്പേഴ്സോ ഇല്ലെങ്കിൽ ഒരു ഡെവലപ്പേഴ്സിൻ്റെ ഹോൾഡിങ്സോ ഇല്ലെങ്കിൽ ഒരു വെച്ചൽ ക്യാപിറ്റൽസിൻ്റെ ഒരു ഹോൾഡിങ്ങോ അങ്ങനെയുള്ള ഒരുപാട് ഇൻട്രാക്ഷനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ബിറ്റ് കോയിനിൽ ഉണ്ടായിരുന്നില്ല. അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു കാസ്പ ടോക്കൺ നമ്മളുടെ മാർക്കറ്റിലേക്ക് ലോഞ്ച് ആയിട്ടുള്ളത്. ഇതിൻ്റെ ലോഞ്ച് ആകുമ്പോൾ ഇതിനൊരു ICO പ്രൈസോ അതേപോലെ തന്നെ ഇതിൻ്റെ വെഞ്ചേഴ്സിൻ്റെ ഒരു ഹോൾഡിങ്ങോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതിനുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യമുള്ള പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് കാസ്പ ടോക്കൺ വന്ന ഒരു സമയത്ത്, ഇത് ഒരു പ്രൊജക്റ്റ് വന്ന സ്റ്റാർട്ടിങ് സമയത്ത് ഒരുപാട് ആൾക്കാർ സംസാരിക്കാൻ ഇടയാക്കിയതും ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങാൻ ഇടയാക്കിയതും എന്നുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഹിസ്റ്ററിയാണ്. ആരാണ് ഈ ഒരു കാസ്പ ടോക്കൺ ഉണ്ടാക്കിയത് എന്നുള്ളൊരാൾ. അപ്പോൾ ഈ ഒരു കാസ്പ ടോക്കണിൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ യോനാഥൻ സോംപ്ലിസ്കി എന്നുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പറയുന്നതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊണൗൺസിയേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളീസാണ്, നമുക്ക് ഇങ്ങനെയാണ് പറയാൻ അറിയുള്ളൂ. അപ്പോൾ ഈ ആളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കാസ്പ ടോക്കൺ അല്ലെങ്കിൽ ഒരു കാസ്പ പ്രൊജക്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗോസ്റ്റാക്ക് പ്രോട്ടോകോൾ എന്നതും അതേപോലെ തന്നെ ഫാൻഡം കൺട്രോൾ ടു ഗോസ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് മാറ്റാനും ഒരുപാട് ഫ്യൂച്ചറിൽ പൊട്ടൻഷ്യൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഈ ഫൗണ്ടർ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എത്തീറിയമായിട്ട് ഇത് വളരെയധികം ബന്ധമുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. എന്താണെന്ന് പറഞ്ഞാൽ എത്തീറിയം ഫൗണ്ടർ തന്നെ ഈ ഒരു ആളിനെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇനി എവരി മീറ്റിംഗ് എല്ലാ മീറ്റിങ്ങിലും അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടും ഈ പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞില്ലെങ്കിലും ഈ ഒരു ആ വ്യക്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ കുറേ ഇനിയുമായിട്ടുള്ള അതർ കോർ ഡെവലപ്പേഴ്സ് ഒക്കെ ഉണ്ട്. ആ ഒരു ആൾക്കാരുടെ ഡീറ്റെയിൽ ഒക്കെ ഇവൻ്റെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മൈക്കിൾ സാറ്റൻ, സായി, അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ, നല്ല ഡെവലപ്പേഴ്സ് ഈ ഒരു പ്രൊജക്റ്റിന് എന്താണ് വളരെയധികം ബാക്കപ്പ് ചെയ്യാനും ഇതിന് സ്റ്റഡി ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് വന്നത് പറഞ്ഞാൽ നവംബർ 21-ാം തീയതിയാണ്. പക്ഷേ അതേപോലെ തന്നെ കാസ്പ ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 2023-ലാണ്. അപ്പോൾ ഒരു കഴിഞ്ഞ 2 വർഷത്തിലാണ് ഈ ഒരു പ്രൊജക്റ്റ് വളരെയധികം പൊട്ടൻഷ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയത്. ഇനി നമ്മളിവിടെ അടുത്ത് പറയാൻ പോകുന്നത് എന്താണ് ബാക്ക്
ബോൺ ഓഫ് ബ്ലോക്ക് ടാങ്ക്. എങ്ങനെയാണ് ഈ ഒരു കാസ്പ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ബാക്ക് ബോണുകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഒരുപാട് ആൾക്കാർ, ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരുപാട് പോസിറ്റീവുകളാണ്. ആ ഒരു പോസിറ്റീവുകളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ടാഗ് എന്ന് പറഞ്ഞാൽ അൺലൈക്ക് ബിറ്റ് കോയിൻ പോലെ തന്നെയാണ്. ഇവിടെ ഈ ഒരു മൈനേഴ്സിന് ഒരു ബ്ലോക്കിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ബിറ്റ് കോയിൻ, അതേ ഇത് കാസ്പിയിലേക്ക് വരുമ്പോൾ മൾട്ടിപ്പിൾ രീതിയിൽ എന്താണ് ഈ ഒരു ഗോസ്റ്റ് ആപ്പ് പ്രോട്ടോകോൾ വെച്ച് മൾട്ടിപ്പിൾ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യമാണ്. ആദ്യം തന്നെ ഈ ഒരു കാസ്പ ടോക്കൺ നമ്മളിലേക്ക് കൊണ്ടുവന്നത് ഒരു മൈനിങ് സിസ്റ്റം എന്നുള്ള രീതിയിലാണ്. ആ ഒരു മൈനിങ് സിസ്റ്റം പിന്നെ FIDGA എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള രീതിയിൽ മൈൻ ചെയ്യാനും അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടുവന്നതെങ്കിലും അവർ ആദ്യം കൊണ്ടുവന്നിട്ടുള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ ഈ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ ഒരു മൈനിങ് മെത്തേഡ് തന്നെ കമ്മ്യൂണിറ്റിക്ക് മൈനിങ് ചെയ്തിട്ട് ഈ ഒരു ടോക്കൺ സപ്ലൈ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ആദ്യം കൊണ്ടുവന്നത്. അപ്പോൾ കാസ്പ എമിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് പ്രീ ഡിഫ്ലക്ഷറി എന്ന് പറഞ്ഞിട്ട് ഇത്രത്തോളം മൈൻ ചെയ്തു, അതേപോലെ തന്നെ ഇന്ന ഡേറ്റിൽ ഇത്രത്തോളം അവർ എന്ത് ചെയ്തു, ഓരോ മന്തിലും പുറത്ത് വിട്ടു എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഫസ്റ്റ് ഇയർ ക്രോമാറ്റിക് ഫേസിൽ അവർ ഇത്രത്തോളം പുറത്ത് വിട്ടു. അപ്പോൾ ഈ ഒരു പുറത്ത് വിടുന്നതിൻ്റെ ഒരു കണക്കുണ്ട്. ആ ഒരു കണക്ക് ഏറ്റവും ലാസ്റ്റ് വരെ നമുക്ക് എപ്പോഴാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ 2037 ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ സപ്ലൈയും വെളിയെ വരുന്ന ഇവരുടെ ഒരു ചാർട്ടിലും ഇല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലേക്കും അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കാനുള്ളത് ഇതിൻ്റെ ടോക്കണോമിക്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സപ്ലൈ എത്രയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 28.7 ബില്യൺ ടോക്കൺസ് ആണ്. അപ്പോൾ ഈ ഒരു 28.7 ബില്യൺ എന്ന് കാണുമ്പോൾ നമുക്ക് വളരെയധികം എന്താണ് ഒരു നെഗറ്റീവ് തോന്നുന്നുണ്ട്. ആ ഒരു നെഗറ്റീവ് തന്നെയാണ് ഈ ഫ്യൂച്ചറിലും ഇപ്പോൾ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ടോക്കൺ വാല്യൂ കുറയാനുള്ള കാര്യങ്ങൾ. ആ ഒരു കാര്യം നമുക്ക് എന്താണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് പറയുമ്പോൾ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ കറൻറ്റ് ബ്ലോക്ക് റിവാർഡ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 86 കാസ്റ്റ് ടോക്കൺ നമുക്ക് പെർ ബ്ലോക്കിൽ ചെക്ക് ലൈവ് ആയിട്ട് നമുക്ക് പുറത്തുവിടാൻ പറ്റും. ആ ഒരു പുറത്തുവിടുന്നത് മാക്സിമം ടോട്ടൽ സപ്ലൈയും പുറത്തുവിടുന്ന ലാസ്റ്റ് ഡേറ്റ് ഇല്ലെങ്കിൽ ലാസ്റ്റ് വർഷം എന്ന് പറഞ്ഞാൽ 2037 എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതിൻ്റെ മൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു മൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്കിവിടെ ഇപ്പോൾ G ഹെവി ഹാഷ് മൈനിങ് അൽഗോരിതം ആണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, യൂസ് ചെയ്തിട്ടുള്ളത്. അത് GPU ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാസ്പ ടോക്കൺ മൈൻ ചെയ്യാം. പക്ഷേ അതിൻ്റേതായിട്ടുള്ള പവർ സപ്ലൈയും എനർജിയും അതിൻ്റേതായിട്ടുള്ള പ്രൊസസ്സറും നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബ്ലോക്ക് റിവാർഡ് ഒരു സെക്കൻഡിൽ തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബിക്സ് മൈനറും ലോൾ മൈനറും അങ്ങനെയുള്ള പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, മൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വൂളി പൂൾ, FT പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള പൂൾസിലും നമുക്ക് എന്താണ് ഈ ഒരു ടോക്കൺ മൈൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ ആണ്. ഈ ഒരു കാര്യം ഞാൻ എന്ത് ചെയ്യാം, വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് മൈൻ ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ നോക്കാനുള്ളത് ഈ ഒരു ടോക്കൺ ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ടോക്കൺ ഈ ഒരു സ്റ്റാർട്ടിംഗ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്ചേഞ്ചുകളൊന്നും ലിസ്റ്റ് ആയിട്ടില്ല. പക്ഷേ ഇവരുടെ വിഷൻ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ ഏതൊരു നല്ല പ്രൊജക്റ്റ് വെളിയിൽ വന്നാലും അതിൻ്റെ ഒരു എയിം എന്താണെന്ന് പറഞ്ഞാൽ ടയർ 1 എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ടയർ 1, എന്താണ് ടയർ 2 എക്സ്ചേഞ്ചുകൾ എന്നറിയണം. ടയർ 1 എന്ന് പറഞ്ഞാൽ ഒരുപാട് മോസ്റ്റ്ലി ട്രസ്റ്റഡ് എക്സ്ചേഞ്ച്, ഒരുപാട് ട്രേഡ് നടക്കുന്ന എക്സ്ചേഞ്ച്. നിങ്ങൾക്ക് അവിടെ കൊണ്ട് ആ ഒരു ഇതിൽ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം വിശ്വസിക്കാം എന്ന് പറയുന്ന രീതിയിലുള്ള എക്സ്ചേഞ്ചുകളാണ് ടയർ 1. അതേപോലെ തന്നെ ആ ഒരു ടയർ 2 എക്സ്ചേഞ്ചിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇത്തിരി റിസ്ക് ഫാക്ടർ കൂടുതലാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ടയർ 3 ഉണ്ട്, ടയർ 4 എന്നുള്ള രീതിയിൽ വളരെയധികം ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ചീപ്പായിട്ടുള്ള എക്സ്ചേഞ്ചുകളും ഇതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് ഒക്കെ എടുത്തു എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ല ന്യൂസുകൾ തന്നെയാണ്, അല്ലെങ്കിൽ വളരെയധികം ഒരുപാട് പോപ്പുലാരിറ്റി ഉള്ള ഇതിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കാസ്പ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണൊക്കെ ലിസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ക്യൂകോയിനും അതേപോലെ തന്നെ ബിറ്റ്ഗെറ്റും അതേപോലെ തന്നെ ക്രാക്കണും അങ്ങനെയുള്ള ഒരുപാട് എക്സ്ചേഞ്ചുകൾ എന്തായിട്ടുണ്ട് ഈ ഒരു പ്രൊജക്റ്റ് ലിസ്റ്റ് ആയിട്ടുണ്ട്. ബൈബിറ്റ്, ബിറ്റ്ഗെറ്റ്, മെക്സി, ഗേറ്റ്ഐ, അതേപോലെ തന്നെ ക്യൂകോയിൻ, ബിഗ്എക്സ്, ക്രാക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ച് ലിസ്റ്റ് ആയിട്ടുണ്ട്. ബിറ്റ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ച് ലിസ്റ്റ് ആയിട്ടുണ്ട്. എൽ ബാങ്കിൽ ലിസ്റ്റ് ആയിട്ടുണ്ട്. XT.com ലിസ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ബൈബിറ്റ്, വീക്ക്, ബിഗ്നോമി, അതേപോലെ തന്നെ ഫോണിക്സ്, അങ്ങനെ 100ഓളം എക്സ്ചേഞ്ചുകളിൽ ഈ കോയിൻ ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റിംഗ് ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാർ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ഈ ഒരു പ്രൊജക്റ്റിൽ നല്ലൊരു പൊട്ടൻഷ്യൽ കാണും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു ടയർ 1 എക്സ്ചേഞ്ചുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അറിവിൽ ഞാൻ പറയുന്നത് കോയിൻ ബേസും അതേപോലെ തന്നെ ബിനാൻസും തന്നെയാണ്. അതിലേക്ക് ലിസ്റ്റ് ആവുമ്പോഴാണ് ഈ ഒരു ടോക്കൺ വീണ്ടും ഒരു സർജ് ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ നോക്കാനുള്ളത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അഡ്വാൻറ്റേജ് പറയുമ്പോൾ ഫസ്റ്റ് ചെക്ക് ലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു സെക്കൻഡിൽ ഇത്രത്തോളം ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഒരു ബിറ്റ് കോയിൻ ലോഞ്ച് ആയ പോലെ തന്നെയാണ് കാസ്പ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ലോഞ്ച് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് ഡീസെൻട്രലൈസ്
പ്രൈസ് ആണ്. അതേപോലെ തന്നെ ഇതിന് സ്റ്റെബിലിറ്റി നിലനിർത്താൻ ബ്ലോക്ക് ടാഗ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഇതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക്, ഇല്ലെങ്കിൽ നെഗറ്റീവ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നെഗറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും റിസ്ക് ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്കിത് എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ 28.7 ബില്യൺ ആണ് എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ കാസ്പിക്ക് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. ഈ കാസ്പ് ഉപയോഗിച്ചിട്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ വരാമെന്നുണ്ടെങ്കിലും പക്ഷേ നമുക്കിതിൻ്റെ കോമ്പറ്റീഷൻ ഏതൊക്കെയാണ് കോമ്പറ്റേറ്റർ എടുത്തെന്ന് പറഞ്ഞാൽ എത്തീറിയം, സൊലാനയാണ് ഈ ഒരു പ്രൊജക്റ്റിന്. ഇല്ലെങ്കിൽ നമുക്ക് ഏതാണ് പറയുക, ഒരു കാർഡാണോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്, ഇല്ലെങ്കിൽ കാർഡാണോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി, അങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെയാണ് വലിയ വലിയ കമ്പനികളാണ് ഈ ഒരു കാസ്പ ടോക്കണ് എതിരായിട്ട് നിൽക്കുന്നത്, ഇല്ലെങ്കിൽ അവൻ്റെ ഒരു കോമ്പറ്റേറ്റർ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം അവിടെ ഏറ്റവും വലിയൊരു കുഴപ്പമാണ്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെഗറ്റീവ് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ ഒരു ടോക്കൺ വളരെയധികം എന്താണ് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വാല്യൂ കുറയുന്നത്? അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു വിഷൻ, ഏതൊരു പ്രൊജക്റ്റ് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോഴും പല പ്രൊജക്റ്റുകൾ ഇത് ഏറ്റെടുക്കണം എന്നുള്ളൊരു കാര്യം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റെടുക്കാതിരിക്കുമ്പോഴാണ് എന്താവുന്നത്, ഈ ഒരു ടോക്കൺ വളരെയധികം വാല്യൂ കുറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫി ആയിട്ടുള്ള പ്രൊജക്റ്റുകളും ഡിആപ്സ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളും അങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റുകളും ഈ ഒരു കാസ്പ ടോക്കണ് ഇതുവരെ എടുക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം? മേ ബി ഇതിൻ്റെ ഒരു സപ്ലൈ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഇതിന് ഒരുപാട് ആൾക്കാർ വിശ്വസിച്ചീനമായിരിക്കില്ല. അതേപോലെ തന്നെ എത്തീറിയവും അതേപോലെ തന്നെ സൊലാന എന്ന് പറയുന്നതിലും ഒരുപാട് പ്രൊജക്റ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അത് കൂടുതൽ വിശ്വാസമായി. എത്തീറിയം വീണ്ടും ഒരുപാട് വെഞ്ചേഴ്സൊക്കെ ഇപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് വളരെയധികം ഹൈ റേഞ്ചിലേക്ക് എത്തീറിയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കാസ്പ ടോക്കൺ ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെ വളരെയധികം മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോക്കൺ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവർ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ഒരു ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു NFT ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഒരു ഡിആപ്സ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ടോക്കൺ വളരെയധികം വാല്യൂ കുറഞ്ഞത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യനാണ്, ഈ ടോക്കൺ ഞാൻ ഇപ്പോൾ വാങ്ങണോ വേണ്ടോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയാം. ആൾറെഡി മേടിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒന്നില്ലെങ്കിൽ ഒരു പ്രോഫിറ്റിൽ അവർ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, സെല്ല് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഫസ്റ്റ് തൊട്ട് മേടിച്ച് വെച്ചിട്ട് ഇത് ബിറ്റ്കോയിൻ്റെ ലെവൽ എത്തണം എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടോക്കൺ ബിറ്റ്കോയിൻ്റെ ലെവലൊന്നും എത്തില്ല. പക്ഷേ ഇതിന് നല്ല വിഷൻ ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്, എല്ലാ രീതിയിലും ഉണ്ട്. നിങ്ങൾക്കിത് ഇന്ന് വാങ്ങണമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഇവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങാം. ഇപ്പം തന്നെ വാങ്ങണ്ട എന്നുള്ളൊരു കാര്യമാണ്. കുറച്ച് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 31 തീയതി കഴിഞ്ഞാൽ ഇവരൊരു ഡിആപ്സും NFTയും ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രൊജക്റ്റുകൾ ഇതിലേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ കമ്മ്യൂണിറ്റി ഇവർ വളരെയധികം സൂപ്പറായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും. അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ ഒരുപാട് പ്രൊമോഷൻ രീതിയിലും ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു പ്രൊജക്റ്റ് വെളിയിലേക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോഴും ഇതൊരു പ്രൊമോട്ടഡ് ആയിട്ടാണ് എന്ത് ചെയ്യുക, വളരെയധികം ആൾക്കാരിലേക്ക് എത്തിക്കുക നോക്കുക. അപ്പോൾ അങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ മാത്രമാണ് അവർ പ്രൊമോട്ട് ചെയ്യുള്ളൂ, നെഗറ്റീവ് സൈഡ് പ്രൊമോട്ട് ചെയ്യില്ല. അപ്പോൾ ആ ഒരു വിഷനിൽ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തില്ല, ആ പ്രൊമോട്ട് ചെയ്തിട്ടും ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു സാഹചര്യമായിരിക്കും, ഈ ഒരു കാസ്പ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാഹചര്യമായിരിക്കും നമുക്ക് വരിക. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക, ഒരു കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ ടോക്കൺ വാല്യൂ എന്താണ്, ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അടുത്ത വിഷൻ എന്താണ് എന്നുള്ളൊരു കാര്യം, ഇതിൽ ഡിആപ്സ് വന്നോ, ഇല്ലെങ്കിൽ ഡെഫി ആപ്സ് വന്നോ, ഇല്ലെങ്കിൽ അതേപോലെ തന്നെ NFT കൊണ്ടുവന്നോ, അത് ടെസ്റ്റ് ചെയ്തോ, ആരെങ്കിലും ഇത് പ്രീ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തോ എന്നുള്ള രീതിയിൽ എടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ഒരു പ്രൊജക്റ്റ് വാങ്ങാനും ഈ ഒരു ടോക്കൺ വാങ്ങാനും നിൽക്കേണ്ടത്. അതേപോലെ തന്നെ ബിറ്റ്കോയിൻ്റെ ലെവൽ എത്തുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ബിറ്റ്കോയിൻ്റെ ലെവൽ എത്തില്ല. അത്രത്തോളം സപ്ലൈ 2037 ആകുമ്പോഴേക്കും ഈ ഒരു ടോക്കൺ വെളിയിലേക്ക് വന്നിട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ റോഡ് മാപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ കൺക്ലൂഷൻ എൻ്റെ ഇതാണ്, നിങ്ങളിത് ബിറ്റ്കോയിനെ പോലെയുള്ള സെയിം മെത്തേഡ് പ്രൊജക്റ്റ് ആണെങ്കിലും ഇതൊരു മീം കോയിൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഇതൊരു ആൾ കോയിൻ ആണ്. അങ്ങനെയുള്ള രീതിയിൽ എടുക്കുമ്പോൾ ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ബിറ്റ്കോയിൻ ആണ് നമുക്ക് സെൻട്രൽ കറൻസി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ താഴെ വരുന്നതൊക്കെ ഇങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും വാങ്ങാനും ശ്രദ്ധിക്കുക. അപ്പോൾ ആൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ ഇടയിൽ ഇപ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൽ പ്രോഫിറ്റ് കിട്ടാത്തവരും ഒരുപാട് വിഷമിക്കാൻ നിൽക്കേണ്ട. മേ ബി ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് ഫ്യൂച്ചറിൽ വളരെ നല്ല കുറേ ഗുണങ്ങൾ ഇല്ലെങ്കിൽ വളരെ നല്ല പ്രൊജക്റ്റുകൾ ഇതിൽ എടുത്തിട്ട് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് തരാനുള്ള സാധ്യതകൾ കിടക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ അടുത്ത് പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കാസ്പ ടോക്കൺ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ വെച്ച് മൈൻ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്.
അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു കാസ്പ മൈൻ ചെയ്യാൻ നമുക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ കാസ്പൻ്റെ വാലറ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം. കാസ്പ എന്ന് പറഞ്ഞിട്ടുള്ള വെബ് വാലറ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ന്യൂ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ആൾക്കാർ ആൾറെഡി ക്രിപ്റ്റോയിലേക്ക് കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കാസ്പ വാലറ്റ് ആഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഇതെങ്ങനെയാണ് മൈനിങ് ചെയ്യുക, ഏതിലാണ് മൈനിങ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം ഇത് ഏത് പൂളിൽ നിന്നാണ് നമ്മൾ എടുത്ത് മൈൻ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു സിസ്റ്റത്തിൽ എനിക്ക് തീർച്ചയായിട്ടും ഇത് മൈൻ ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഓഫീസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹൈലി പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഹൈലി പ്രൊസസ്സറുള്ള വളരെയധികം റാം ഉള്ള ഗ്രാഫിക്സ് കാർഡുള്ള ഗെയിമിംഗ് ലാപ്ടോപ്പുകളിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു കാസ്പ ടോക്കൺ മൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇതിന് ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇലക്ട്രിസിറ്റിയും അത്രത്തോളം ഇൻ്റർനെറ്റും നമുക്ക് വേണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ളൊരു രീതിയിലുള്ള ആൾക്കാർ ഇത് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്ന് വാങ്ങാം. അല്ലാതെ ഇത് മൈൻ ചെയ്യണം എന്നുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നല്ലൊരു ഡെവലപ്പറും നല്ലൊരു സിസ്റ്റവും വെച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വാലറ്റ് നിങ്ങൾ ആഡ് ചെയ്യുക. അടുത്ത് നമ്മളിവിടെ ഒരു മൈനർ ചൂസ് ചെയ്യുന്നത് BZED മൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തെന്ന് പറഞ്ഞാൽ സെറ്റിങ്സിൽ പോയിട്ട് വൈറസ് ഡിറ്റക്ട് എന്ന് പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിങ്സ് നിങ്ങൾ ഓഫ് ആക്കിയിട്ട് വേണം, വിൻഡോസിലാണ് ചെയ്യുന്നതെങ്കിൽ അത് ഓഫ് ആക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഈ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിനൊരു സെപ്പറേറ്റ് ഫോൾഡർ തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട EXE എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു നോട്ട് ഉണ്ടാവും. ആ ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. ആ ഒരു ഇൻ്റർഫേസിൽ നമ്മൾ കാസ്പയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, VX മൈനർ ഉപയോഗിച്ച് മൈൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ അവിടെ അൽഗോരിതം എന്ന് പറയുന്ന അവിടെ കാസ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൊടുക്കുക. ഈ കൊട്ടേഷൻ ഒന്നും നിങ്ങൾ റിമൂവ് ചെയ്യരുത്. വാലറ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാസ്പ വാലറ്റിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ URL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ഈ ഒരു URL ആണ് നമ്മൾ മൈൻ ചെയ്യുന്നത് ഏത് പൂളിൽ നിന്നാണോ ആ ഒരു പൂളിൻ്റെ അഡ്രസ്സാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു പൂൾ ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നത് കാസ്പ ACC.pool PW എന്ന് പറഞ്ഞിട്ടൊരു പൂളാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു എല്ലാ ഡീറ്റെയിലും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത്, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ പൂൾ അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ യൂസർ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ പൂൾ എന്ന് പറയുന്നതും ഈ ഒരു അഡ്രസ്സും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ്, ഈ ഒരു കാസ്പ മൈനിങ് പൂൾ ഇല്ലെങ്കിൽ കാസ്പ ACC പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. VX മൈനർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ഒരു കോട്ടിൽ ഈ ഒരു കോഡിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സംഭവം ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മൈൻ ചെയ്യാൻ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു മൈനിങ്ങിൽ ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് വളരെയധികം കുറവ് മാത്രമാണ് എന്ത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു അനുസരിച്ചുള്ള രീതിയിലാണ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇതിൽ ഒരുപാട് നെറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ള ആൾക്കാർ മാത്രം ഈ ഒരു ഓപ്ഷനിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് നല്ല രീതിയിൽ ഒരു ഡീറ്റെയിൽ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അതൊരു ടെലിഗ്രാം പോസ്റ്റ് ആയിട്ട് ഇതിൻ്റെ എല്ലാ ഫോർമാറ്റും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഇല്ലെങ്കിൽ ഫോർ സിമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ ഒരു കാസ്പൻ്റെ വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അതേപോലെ തന്നെ BX മൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു കോഡിംഗ് സെഷനിൽ ഈ കോഡ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മൈൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആവണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഡൗട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയണം. അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എത്തിക്കാനും എനിക്ക് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. കാസ്പ ടോക്കൺ മേടിച്ചിട്ടുള്ള ആൾക്കാർക്കും ഇനി മേടിക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിൽ ഇതിനേക്കാളും ഉപകാരമുള്ള ഇതിനേക്കാളും യൂസ്ഫുൾ ഉള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.